ഗുഡ് മോർണിംഗ്. സമയം 8:15 കേട്ടോ. നല്ല ഇടക്കുറങ്ങി. ഇടക്കൊക്കെ എഴുന്നേറ്റായിരുന്നു. പക്ഷേ എനിക്ക് അവർ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ലോഡാകാനായില്ല. വെയിറ്റ് ചെയ്തു. ഉറങ്ങിക്കോ വിളിക്കാമെന്ന് പറഞ്ഞു. വാഷ്റൂം തൊപ്പി നടക്കുക കേട്ടോ. തപ്പായൊന്നുമില്ല, അവിടെ ഉണ്ട്. ഇന്ന് ഇവിടെ ഫുള്ള് വണ്ടികളാണ്, കാറുകളാണ്. ഇത് കാറുകൾ കയറ്റാനുള്ള ഏരിയ തന്നെ കേട്ടോ, വേറെ ഇതൊന്നുമില്ല. എൻ്റെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ വിളിക്കുമെന്നുള്ളത്. വാഷ്റൂമിൽ പോയിട്ട് ഒരുപാട് ദൂരം നടന്നു വന്നു. അന്ന് കണ്ട വണ്ടി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് കുറേ കൊല്ലമായിട്ട് ഇവിടെ തന്നെ കിടക്കണ വണ്ടിയാന്ന് തോന്നുന്നു. സമയം ഇപ്പം 10 മണിയായിട്ടോ. ലോഡ് കയറ്റിയില്ല. പക്ഷെ ഇപ്പം ഇന്ന് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോയിൽ വരുന്ന സമയത്ത് വണ്ടി അവിടെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോഴും എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനുണ്ട്. എന്തെങ്കിലും മരക്കട്ട എങ്ങനെ വെച്ച് 3 ഫ്രണ്ടിലും 3 ബാക്കിലും വെക്കാൻ തോന്നുന്നു. ഇല്ലെങ്കിൽ നിരത്തി വെക്കുന്ന സമയത്ത് ട്രെയിലറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ബെൻഡാകാനുള്ള സാധ്യത കൂടുതലാണ്. 3 ഫ്രണ്ടിലും 3 ബാക്കിലാണെങ്കിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിരിക്കും. നോക്കട്ടെ, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. എനിക്ക് നല്ല രീതിയിൽ വിശക്കുണ്ടായിരുന്നു. ഇത്രയും സമയം വെയിറ്റ് ചെയ്തു. ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന തോന്നണം. കിട്ടിക്കില്ലേ? കുറേ പുതിയ വണ്ടികൾ പോയിട്ട് അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, അവർ കറങ്ങി വന്ന് വെക്കുകയാണ്. അങ്ങനെയാവും. ലൈൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇട്ടിട്ടാട്ടോ വണ്ടി അലൈൻ ചെയ്ത് പാർക്ക് ചെയ്ത് വെക്കണേ. ലൈനിന് കറക്റ്റായിട്ട് വണ്ടി വെക്കണേ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ കാർ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ വെക്കണമെന്നുള്ള ഡൗട്ട് തീർന്നില്ല. ഇതേപോലെ കയർ ലൈൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ലൈൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യണത്. ഇവിടെ ഫുഡ് ഉണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ക്യാൻറ്റീന്. ഇവിടെ ആയിരുന്നു വാഷ്റൂം കേട്ടോ ഞാൻ യൂസ് ചെയ്ത്. ഇഡലിയും ചായയും കേട്ടോ. തക്കാളി ചട്നി ഉണ്ട്, തേങ്ങാ ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, ഇഡ്ഡലിയുണ്ട്. സമയം ഇപ്പം 2 മണിയായിട്ടോ. ഇതുവരെയായിട്ട് ഇറക്കിയില്ല. ഞാനിപ്പോൾ 3 ഫ്രണ്ടിലും 3 ബാക്കിലും വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെയായിട്ട് ഇറക്കിയില്ല. ഇവിടെ പ്ലേറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റ് ഇറക്കിയതിന് ശേഷം മാത്രമാണ് പിന്നെ എനിക്ക് ഓയിൽ ഇറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. പ്ലേറ്റ് ആട്ടോ ഇറക്കിക്കൊണ്ടിരിക്കണം. ആബിലെ അവിടെ കേട്ടോ നമ്മൾ ക്യാൻറ്റീന്. അപ്പം ഞാൻ വിചാരിക്കുക പുറത്തേക്ക് പോകാം. എന്തായാലും എനിക്ക് കൊറിയർ ചെയ്യാനുണ്ട്. അവിടെ എത്തേണ്ട സമയം കൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാം ഗേറ്റ് വഴി. അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, കൊറിയറും ചെയ്യാം. കൊറിയർ ചെയ്യായിട്ട് വിളിച്ചിട്ട് രാവിലെ തന്നെ കിട്ടും. ഓക്കെ, പുറത്ത് പോകാനാവില്ല കേട്ടോ. എൻ്റെ പാസ് എക്സ്പയർഡായി. അപ്ഡേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. അപ്പം ഞാൻ ക്യാൻറ്റീനിൽ തന്നെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കാം. വെറുതെ എന്തിനാണ് വിശന്നിരിക്കണേ. ഭക്ഷണം കഴിച്ചു കേട്ടോ. ചോറാണ് കഴിച്ചത്. ചോറ്, സാമ്പാർ, ഉരുളക്കിഴങ്ങിൻ്റെ എന്തോ തോരൻ, പിന്നെന്തോ രസം, മോര്, എല്ലാം കൂടി 60 രൂപ കേട്ടോ. 40 എക്സ്ട്രാ റൈസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിന് പൈസ കൂട്ടിയതാണോ എന്നറിയില്ല, കൂട്ടിയിട്ടാണോ 60 എന്നറിയില്ല. 60 വാങ്ങിയത്. നല്ല വിശപ്പാണ്. സമയം 6 മണിയായി. സ്റ്റിൽ ലോഡൊന്നും ആയിട്ടില്ല കേട്ടോ. വെയിറ്റിങ്ങിലാണ്. എൻ്റെ ഒറ്റൊരു വണ്ടിയേ ഉള്ളൂ ഇവിടെ. ബാക്കിയെല്ലാ വണ്ടിയും ലോഡായിട്ട് പോയി. അത് പിന്നെ അങ്ങനെ ആണല്ലോ. എപ്പോൾ നമ്മളെ ആയിരിക്കുമല്ലോ ലാസ്റ്റ്. ചെറുക്കൻ നിൽക്കണം നിപ്പുണ്ട്. സമയം ഇപ്പോൾ 7:40 കേട്ടോ. നമ്മൾ ലോഡ് കയറ്റി തുടങ്ങി. പക്ഷേ ഇത് സേഫ് അല്ല എന്നാണ് പറയണേ, കട്ട് വെച്ചിട്ട് പോകുന്നത്. നോക്കട്ടെ വേറെ എന്തെങ്കിലും ഐഡിയസ് ഉണ്ടോ നോക്കട്ടെ. കോയിൽ വരുന്നുണ്ടോ, പൊങ്ങി വരുന്നുണ്ടോ? പോരട്ടെ, ഇങ്ങനെ കേട്ടോ വരുന്നത്. ഞാൻ
അവരോട് ചോദിച്ചു അതിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സാധനത്തിനെ കൺട്രോൾ ചെയ്യുക, അത് കിടന്ന് കറങ്ങിക്കൊണ്ട് വയ്ക്കും, പെട്ടെന്ന് അങ്ങ് താഴേക്ക് ഇടുകയോ ചെയ്യുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫോർക്ക് ലിഫ്റ്റ് വെച്ചിട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചു. ഇത് വെച്ചത് കറക്റ്റും അല്ല, ഇത് അടിയിൽ വെച്ച് പലതും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് കൊണ്ട് ചെയ്തു തരുമെന്ന് വെച്ചപ്പോൾ ചെയ്തു തരാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ഇതേപോലത്തെ കട്ട കുറച്ച് ഷിപ്പിൽ നിന്ന് ചോദിച്ച് വാങ്ങി കേട്ടോ. ഇതപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് കോയിൽ വെക്കാം. സാധനം മൊത്തം കയറ്റി കേട്ടോ, ലോഡ് മൊത്തം കയറി 6 കോയിൽ. അതിൻ്റെ അകത്ത് 4 കോയിൽ 8 ടണ്ണും ബാക്കി 4 ടണ്ണും 6 ടണ്ണും അങ്ങനെയാണുള്ളത് കേട്ടോ. ഞാൻ ചെയിനൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു, 6 ചെയിനും എടുത്ത് പുറത്തിട്ടു, 6 ടൈറ്റർ എടുത്ത് പുറത്തിട്ടു. സാധാരണ നോർമലി ഇതേപോലെ റബ്ബർ കട്ടി ഉണ്ടെങ്കിൽ 2 എണ്ണത്തിന് മാത്രം ചെയിൻ അടിച്ചാൽ മതി. ഇത് സേഫാണോ അങ്ങനത്തോളം എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിനും ചെയിൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കണേ. ചെയിൻ അടിച്ചിട്ട് അവിടുന്ന് ഓഫീസർ വന്ന് നോക്കിയതിന് ശേഷം ടാർപ്പ പൊട്ടിയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പാസ് ഇടുമ്പോൾ 2 ദിവസത്തേക്ക് പാസ് ഇടാനാണ് കേട്ടോ വിളിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞേക്കണേ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുറത്തേക്ക് പോയാലും നാളെ വൈകുന്നേരം പുറത്തെത്തുള്ളൂ എന്നാണ് പറയണത്. അതായത് നമ്മൾ കണ്ട ഗേറ്റിൻ്റെ അവിടെ, കാരണം അത്രയ്ക്ക് ടൈറ്റാണെന്നാണ് പറഞ്ഞത്. ഇനി ഹാർബറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരത്തില്ല കേട്ടോ. ഫൈനലി ചെയിനിലടിച്ചു. ഇനി ചെയിനും അടിച്ച് ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബെൽറ്റ് അടിച്ചു കേട്ടോ. ഇങ്ങനെയാണ് ചെയിൻ അടിച്ചേക്കണത്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്കും അവിടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്കും ഒക്കെ ഇട്ടു. ഇതേപോലെ തന്നെയാണ് ഫ്രണ്ടിൽ അടിച്ചേക്കണത് കേട്ടോ. പിന്നെ ബെൽറ്റ് എല്ലാ കോയിലും ഒരുമിച്ച് കണക്റ്റ് ആവുന്ന രീതിയിൽ ഞാൻ അവിടെ നിന്നൊരു 11 മണിയാകുമ്പോൾ പുറത്തിറങ്ങി കേട്ടോ. ഇപ്പം 12 മണിയായി. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പം ക്യൂവിലാണ്, അത്യാവശ്യം നല്ല ക്യൂ ആണ്. കുറച്ച് ദൂരം ഫ്രീ ആയിട്ട് വന്നു, അതിന് ശേഷം നല്ല ക്യൂ ആണ്. നമ്മൾ കണ്ടെയ്നറൊക്കെ കണ്ടു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആ സ്ഥലത്ത് എത്തി കേട്ടോ. അറിയില്ല എത്ര സമയം എടുക്കും, ഉള്ളിൽ ആർക്കൊക്കെയോ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അവിടെ അൺലോഡിങ്ങിന് 200 രൂപ കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴാണ് പുറത്തേക്ക് എത്തുകയെന്ന് അറിയില്ല. 5 മണി വരെ എനിക്ക്, രാവിലെ 5 മണി വരെ എനിക്ക് പാസ്സുള്ളൂ. അവരോട് 2 ദിവസം നാളത്തെ ഫുള്ളായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. അതിനുള്ളിൽ ഞാൻ ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാലേ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും പാസ് കിട്ടണവരെ ഞാൻ ഉള്ളിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉച്ചയ്ക്ക് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പാസ്സിന് പറഞ്ഞിട്ടാണ് എനിക്കിപ്പം പാസ് കിട്ടിയേക്കണം. എനിക്ക് കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. സമയം ഇപ്പം അങ്ങനെ 2:30 ആയി കേട്ടോ രാവിലെ. ഇപ്പോഴാണ് ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ക്യൂ കുറവായിരുന്നു കേട്ടോ. അന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയതിന് അത്രയൊന്നും ക്യൂ ഉണ്ടായിരുന്നില്ല. ഇന്ന് അത്രയൊന്നും ടൈം എടുത്തില്ല ഞാൻ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം രാത്രി ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഒരു തീരുമാനം എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ രാത്രിക്കായിരിക്കും പുറത്തേക്ക് കിടക്കട്ടോ. പക്ഷേ ഒരു കാര്യം, ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതൊന്നും നടക്കില്ല. ഇപ്പോഴും ഇവിടെ ക്യൂ തന്നെയാണ് കേട്ടോ. നോക്കിയേ, ഇത് ഗേറ്റിൻ്റെ പുറത്തുള്ള ക്യൂ ആണ്. ഇങ്ങനെ കിടക്കുകയാണ് വരിയായിട്ട്. സോ പുറത്ത് കിടക്കാൻ ഒരു ചാൻസ്, അകത്തേക്ക് കയറാൻ ക്യൂ നിന്നേ പറ്റുള്ളൂ. എന്തായാലും ബ്ലോക്കായിരിക്കും, എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. പുറത്ത് കിടക്കാൻ വേണമെന്നുണ്ടെങ്കിൽ രാത്രി വന്നു കഴിഞ്ഞാൽ ചിലപ്പം അത്ര തിരക്കില്ലാണ്ട് ഇറങ്ങിപ്പോവാം. പിന്നെ അവിടെ ഗേറ്റിൽ എന്നോട് അവർ ചോദിച്ചു, ഗേറ്റിൽ പുള്ളിക്കാരൻ, ഞാൻ പോയിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഓക്കെ, പുള്ളിക്കാരൻ ചോദിച്ചു നീ എവിടെ സ്ഥലം? ഞാൻ പറഞ്ഞു കേരളത്തിലാ. നീ എന്താ പഠിച്ചേ? ഞാൻ പറഞ്ഞു ഇന്നതാ പഠിച്ചേ. എന്നിട്ട് എന്തിനാ ഈ ജോലി ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പാഷനാണ്, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, ഡ്രൈവേഴ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു. ഇന്നിവിടെ കിടന്നിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് രാവിലെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മുന്നേ എന്തെങ്കിലും ഭക്ഷണം ചെറുതായിട്ട് കിട്ടുമെന്ന് നോക്കട്ടെ. എവിടെയെങ്കിലും കട തുറന്നിട്ടുണ്ടോന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അതൊരു ഹോട്ടലുണ്ടായിരുന്നു, അത് രാത്രി നൈറ്റ് ഓപ്പൺ ആയിരിക്കുമെന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ പോയിട്ട് കിടന്നുറങ്ങണം. നല്ലോണം വിശക്കുന്നുണ്ട് എനിക്ക്. വിശക്കുന്നതിനെക്കാട്ടും കൂടുതൽ വായിക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. എന്തെങ്കിലും
മധുരമുള്ളത് എന്തെങ്കിലും കുടിക്കണം എന്നുള്ളൊരു ഫീലാണ്. ഇത് ഓപ്പൺ അല്ല കേട്ടോ, പോയിട്ട് കിടന്നുറങ്ങാം, അതായിരിക്കും നല്ലത്. നല്ല കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് കിടക്കാം. പിന്നെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി രാവിലെ എഴുന്നേറ്റിട്ട് ടാർപ്പ വെട്ടണം, കവറിടണം, കവർ കെട്ടണം. അല്ലെങ്കിൽ കുറേ അങ്ങോട്ട് എത്താനാകുമ്പോൾ കെട്ടണം. അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യും, കുഴപ്പമില്ല. ഇവിടുന്ന് കെട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് മൂവ് ചെയ്തിട്ട് എന്തായാലും ചെയിന് ടൈറ്റ് ആക്കണമല്ലോ, ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞിട്ട്. ആ സമയത്ത് അതായിരിക്കും ബെറ്റർ. എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ. ഇനി ഇത്രയേ വിശേഷമുള്ളൂ. നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ പോസ്റ്റ് അടിച്ചു. പിന്നെ കോയിൽ ലോഡ് കിട്ടി, പെട്ടെന്ന് തന്നെ ലോഡ് കിട്ടി കേട്ടോ. അന്ന് 7-8 ദിവസം നിന്നത് കമ്പയർ ചെയ്യുമ്പം ബെറ്ററാണ്. അപ്പോൾ ലോഡും കിട്ടിയല്ലോ, മനസ്സിലായി. ലോഡ് കിട്ടിയിട്ടാകുമ്പോൾ എങ്ങനെയെല്ലാം വരാം, ഏതൊക്കെ സമയത്ത് വരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഗുഡ് നൈറ്റ് കേട്ടോ, ഗുഡ് നൈറ്റ്.